Glory be to the name of God. ഈ പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കളുമായി ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനൊരു സമയം ദൈവം നൽകിയതോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. First of all, I praise the Lord, for the Lord has given me an occasion to worship, glorify and thank the Lord along with the people of God in this place. തിരുവേനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ചുരുക്കമായി കർത്താവിനെ രക്ഷിച്ച വിധത്തെക്കുറിച്ചും വീണ്ടും ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. I would like to read a portion from the scripture and I to present before you how the Lord has brought me to this salvation, and after which I shall read another portion of the scripture and be inspired by the Spirit of God. I shall highlight a few things for you. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കാം. John's Gospel chapter 8 verse 29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. We have just read and heard John's Gospel chapter 7 verse 29. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് മാറ്റമായി വരും എന്നുള്ളത്. Never did I expect that I would get transferred to this place. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് മദ്രാസിൽ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. 2 weeks ago in Chennai the pastors meeting was held. ആ മീറ്റിംഗിന്റെ അവസാനത്തിൽ ചിലരുടെ മാറ്റങ്ങളെ കുറിച്ച് ചീഫ് പാസ്റ്റർ പൊതുവിൽ അറിയിക്കുകയുണ്ടായി. At the end of the meeting, Chief Pastor announced of the transfer of some of the workers. ആ മാറ്റത്തിൽ കേരളത്തിൽ ആർക്കും മാറ്റമില്ലായിരുന്നു. In that list, no name found place from Kerala. ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്ഥലത്ത് മടങ്ങിയതിനു ശേഷം അന്ന് രാത്രിയിലാണ് ഈ മാറ്റത്തെക്കുറിച്ച് ചീഫ് പാസ്റ്റർ അറിയിക്കുന്നത്. After coming back to our respective places only, the next night, our Chief Pastor communicated of this transfer. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എവിടെ അയച്ചാലും പോകാമോ എന്നുള്ളത്. When we come forward to do this ministry, we are asked a question as to, are you prepared to go anywhere if sent? എല്ലാവരും എഴുതി കൊടുക്കും പോകാമെന്ന്. And all would give that we are ready. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അങ്ങനെ ദൈവത്താൽ വിശുദ്ധനാടെ ആലോചനയാൽ ഈ സ്ഥലത്തേക്കും ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. Therefore, by the will of God and according to the leading of the saints, the Lord has brought me to this place. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി അല്ലായിരുന്നു. I was not born and brought up to parents of the Pentecostal mission. എൻ്റെ സ്വന്തം സ്ഥലം റാന്നി സെൻട്രൽ ലോക്കൽ വട്ടപ്പാറ എന്ന സ്ഥലമാണ്. I am a native of Vattaparam that comes under Rani Center. എന്നാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും അവരുടെ സഹോദരങ്ങളെല്ലാം താമസിക്കുന്നത് റാന്നിയിലാണ്. But my parents and their relatives all dwell round about Rani. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്വന്തക്കാരായിട്ട് ആരുമില്ല. At a native place, there's no relative now. അങ്ങനെ ആ ദേശത്ത് പോയി താമസിച്ചതിനാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ അറിയുവാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ ദൈവം കൊണ്ടുവരികയുണ്ടായി. As we had to go to such a place and there was no familiar person, the Lord has brought us to a fellowship whereby we got an opportunity to serve God and know of God. ഞാനൊരു ജ്ഞാനായ യാക്കോബ സമുദായത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. I was born and brought up in Orthodox Jacobite fellowship. ആ സഭയുടെ ചട്ടപ്രകാരം മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. According to those regulations of that denomination, I was moving forward. അങ്ങനെ മുൻപോട്ട് പോകുന്നതായ വേളയിൽ മറ്റു ഒരു ആരാധനയിൽ പോയി സംബന്ധിക്കുന്ന പതിവ് ആ സമുദായത്തിൽപ്പെട്ടവർക്കില്ല. As things went on thus, the members of the denomination were not permitted to go and take part in services of other denominations. വിവാഹ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ആ സമുദായത്തിലുള്ളവരുമായി മാത്രമേ ബന്ധപ്പെടാറുള്ളൂ. If it is even matrimonial affairs, and people will get connected with the same denomination only. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അങ്ങനെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരു സഹോദരിക്ക് ഒരു അസുഖം നേരിടുകയുണ്ടായി. When things thus moved forward, one of my sisters got afflicted with a sickness. ആ അസുഖത്തിന് എവിടെയെല്ലാം പോയി ചികിത്സകൾ ചെയ്യാമോ അവിടെയെല്ലാം പോയി ചികിത്സകൾ ചെയ്യുകയുണ്ടായി. To all possible centers we paid visits and underwent a treatment. യാതൊരു വിടുതലും ഉണ്ടായില്ല. But that proved to be futile.
ഇത് 10-30 വർഷങ്ങൾക്ക് മുൻപുള്ളതായ കാര്യമാണ്. So this took place around about 30 years ago. അന്ന് റാന്നിയിൽ നമുക്ക് നെല്ലിക്കമൺ എന്ന സ്ഥലത്ത് മാത്രമേ നമ്മുടെ വേലയുള്ളൂ. Then in Rani, the place called Nellikaman, at that place only we had our ministry. അന്നേ അവിടെ ഇരുന്നതായ പാസ്റ്റർ ദീസ് ചേർക്കപ്പെടുകയുണ്ടായി. കൊട്ടാരക്കരയുണ്ടായിരുന്നതായ പാസ്റ്റർ കൊച്ചുമ്മച്ചായൻ എന്ന് പറയും. The pastor who was doing ministry then, his name was Kochumachan, and he entered glory after doing his ministry. അദ്ദേഹമാണ് നെല്ലിക്കമണിൽ കർത്താവിന്റെ ശുശ്രൂഷ ആ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. In those days he was doing ministry in those surroundings then. എന്നാൽ വട്ടപ്പാറ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് അന്ന് നമ്മുടെ സഭയുടെ പേര് സിലോൺ മെൽദോസ് മിഷനാണ്. ആ സഭയിൽ കൂടുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. But at Vattapara, near our own house, there was a family that used to take part in meetings in the Salon Pentecostal Mission. ഞാനും എൻ്റെ സഹോദരിയും റാന്നിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഹോദരിക്ക് അസുഖം നേരിടുന്നത്. So myself, my sister, when we were having our education only, she had this particular disease. ഒടുവിലായി ഞങ്ങളുടെ അടുത്തുള്ളതായ ആ വിശ്വാസ സഹോദരൻ പറയുകയുണ്ടായി, ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാമെന്ന്. The nearby family, that believer brother, he said that I am ready to bring the pastor from our church and we will pray for you. ആ കാലത്ത് പെന്തക്കോസ്തുകാരെന്ന് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. In those days it was an abhorrence to hear the name Pentecostal people. വളരെ വെറുപ്പായി അവരോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു. In the most detestive fashion we were dealing with such people. ഞങ്ങളെ വീടിനടുത്തുള്ള വിശ്വാസരുടെ വീട്ടിൽ സുവിശേഷ വേലക്കാർ വരുമ്പോൾ ഞങ്ങളുടെയും വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി പോകാറുണ്ട്. When workers come to the believers' home that is nearby, they would naturally pay visit our own homes and pray and go. പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. But we never hindered their prayer. ചുരുക്കമായി പറയട്ടെ, ഒടുവിലായി എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അവിടെ ഇരുന്ന സുവിശേഷ വേലക്കാരനും ഈ നെല്ലിക്കമുള്ള പാസ്റ്ററും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. Finally, that brother and the pastor who was in charge of that local came there and prayed for my sister. ഏതാണ്ട് ഒരാഴ്ചയോളം അവർ ഒന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. For around about 1 week they prayed for my sister, and because of the prayer my sister got a deliverance. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി ഈ കൂട്ടായ്മയോട് ഐക്യപ്പെടുന്നതിന് ഇടയായി തീർന്നു. This one after another, it paved the way for us to get connected with this fellowship. സത്യം പറഞ്ഞാൽ യഥാർത്ഥമായൊരു മാനസാന്തരമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും ദൈവം കൊടുത്ത ആ വിടുതലിനെയും വിടുവിച്ചതോർത്തപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണമല്ലോ എന്നുള്ള നിശ്ചയത്തോടുകൂടിയാണ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. Truly speaking, we did not undergo any kind of repentance within, but the Lord has commanded deliverance, and therefore we have to be thankful to the Lord. As a mark of the same only, we started attending meetings. ഭവനത്തിലുള്ള എല്ലാവരും പെന്തക്കോസ്തിൽ വന്നിട്ടും എനിക്ക് ഇതിനോട് വലിയ വെറുപ്പായിരുന്നു. Even after all the members of family joined this fellowship, even I developed this kind of abhorrence towards this fellowship. എൻ്റെ മാതാവ് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ പള്ളിയിലൊരു പുരോഹിതനായി വിടുവാനായിട്ട് എന്നെ നേർന്നതാണെന്ന് പിന്നീടുള്ള സമയങ്ങൾ എന്നോട് പറയുമായിരുന്നു. During the latter days, my mother used to say that when you were at the age of 2, I made a vow that you'd be sent as a priest to do ministry in the house of God. അത് പറയുമ്പോൾ എനിക്ക് മാതാവിനോട് വെറുപ്പുണ്ടായിരുന്നു. മറ്റാരെയും കണ്ടില്ലയോ, എന്നെ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. When my mother mentioned this, even I hated my mother saying, and didn't you find someone else other than me to make such a vow? എല്ലാവരിലും ദൈവത്തിന് ഒരു പരമ ഉദ്ദേശം ഉണ്ടായിരുന്നു. For everything, God has got a divine plan. അന്ന് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. അതിൽ മാതാക്കന്മാർ ഞങ്ങൾക്ക് വളരെ ഉത്സാഹികളായിരുന്നു. വായിച്ചില്ല എങ്കിൽ ഭക്ഷണമൊന്നും തരികയില്ലായിരുന്നു. Reading the Bible and making prayer in the presence of God, much importance was given to these spiritual affairs. And if we do not do them regularly, our parents would not give us food. എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥിക്കുന്ന മാതാവ് തന്നെയായിരുന്നു. My mother was a mother of prayer. ആയതിനാൽ സങ്കീർത്തന പുസ്തകങ്ങൾ മാത്രമേ ആ കാലയളവിൽ വായിക്കാറുള്ളായിരുന്നു. Therefore, in those days, we used to read only pages from Psalms. എല്ലാ സങ്കീർത്തനമൊന്നും വായിക്കത്തില്ല. ഏതെങ്കിലും അറിയാവുന്ന സങ്കീർത്തനം പെട്ടെന്ന് വായിച്ചു നിർത്തും. And we would not read all the Psalms. Some selective Psalms we would read quickly. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ Thus things moved forward. ഒരു രാത്രിയിൽ ഒരു ശബ്ദം ഇപ്രകാരം കേൾക്കുകയുണ്ടായി. One night, I happened to hear a voice like this. മകനെ, ഞാൻ നിന്നെ ലോകത്തിൽ കൂടെ വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. നീ ദൈവത്തിന്റെ വചനം വായിക്കണം.
നീ എൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. My son, I'm not willing to let you go to the world. You have to read my words. I want you to do my will. I heard this voice in a dream. അന്ന് മുതൽ ഒരു കാര്യം ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. From that day onwards, I determined to do one thing particularly. ദൈവത്തിന്റെ തിരുവചനങ്ങളെ വായിക്കുക എന്നുള്ളത്. That means reading the scripture. അങ്ങനെ ആദ്യമായി പുതിയ നിയമം വായിക്കുകയുണ്ടായി. Thus I started reading New Testament first. സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ഈ അനുഭവത്തിൽ പോയാൽ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുകയുണ്ടായി. When I was reading the gospel, I came to understand that if I press forward in this status, I cannot go to the kingdom of God. ഞാൻ മുൻപ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ജലസ്നാനം എന്നുള്ളത് പെന്തക്കോസ്തുകാരുടെ ഒരു ഉപദേശമാണ്, പെന്തക്കോസ്തിൽ ചേർക്കുവാനാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നത്. Thus far I was thinking and I understood that this baptism is a doctrine of the Pentecostal people. They spread this doctrine in order to admit people to their own fellowship. എന്നാൽ സത്യ വേദപുസ്തകം മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാനാണ്, അല്ലാതെ പെന്തക്കോസ്തിൽ ചേരുവാനല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. When I understood this truth from the word of God, I was enlightened as to this baptism is just to join God and not to join to particular denomination. അങ്ങനെ 1977 റാന്നിയിൽ പമ്പാ നദിയിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടയാക്കി. The Lord had opened an opportunity in my life to testify the Lord in the water in River Pambai in 1977. 1978 അസുഖമില്ലാത്ത എന്റെ സഹോദരി ഈ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുകയുണ്ടായി. In 1978, my sister who suffered from that disease formerly, and she was separated to this glorious ministry. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. മുൻപോട്ടുള്ള സമയങ്ങളിൽ വിശുദ്ധന്മാരുമായി ചേർന്ന് മുൻപോട്ട് പോകാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. The Lord enabled us to move forward in the fellowship of the saints. അപ്പോഴാണ് മുൻപ് കേട്ടത് ദൈവശബ്ദം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. It was then only I could understand on the previous context what I heard was the voice of God. അങ്ങനെ 1979 ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനായി തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വരികയുണ്ടായി. Since 1979, I came to Trivella Faith Home in order to come for the ministry. അന്ന് ചില സഹോദരന്മാരുണ്ടായിരുന്നതിൽ ഇപ്പോൾ തിരുവല്ലായിരിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റർ സണ്ണി പാസ്റ്റർ, കൂടാതെ കട്ടപ്പനയിൽ സെൻട്രൽ പാസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്നതായ പാസ്റ്റർ വിൽസൺ, പിന്നെ ഞങ്ങളെ മൂന്നുപേരെയും ആ വർഷം സുവിശേഷ വേലയ്ക്ക് എടുത്തില്ല. In that year, the present assistant pastor Sunny of Tiruvalla Center, the present center pastor of Kattapana, Pastor Wilson, and myself, we three were not taken then. എന്നെയും സണ്ണി പാസ്റ്ററേയും വേലയ്ക്ക് ഇരുത്തിയില്ല, കാരണം ഒരു പ്രായം കുറവാണ്. വിൽസൺ പാസ്റ്റർ ഇരുത്തിയിട്ട് കൈവച്ചുമില്ല. And myself and Pastor Sunny were not permitted to sit because we did not reach that particular age limit. Pastor Wilson was admitted, but he was not taken. അന്നേ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ ജേക്കബ് രത്നസിംഹമായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ നിന്നുകൊള്ളുക, അടുത്ത വർഷം നിങ്ങളെ ശുശ്രൂഷയ്ക്കായി ദൈവത പ്രകാരം എടുക്കാമെന്ന് പറയുകയുണ്ടായി. Then Chief Pastor late Pastor Jacob Singh, who told us that you remain here in the faith home, and as you attain the particular age limit, you will be separated for the ministry. അങ്ങനെ എന്നെ കുമ്പനാട് എന്ന സ്ഥലത്തേക്ക് അയക്കുകയുണ്ടായി. Thus I was sent to a place called Kumbanad. അന്ന് അവിടെ സ്വന്തമായി നമുക്ക് വിശ്വാസം ഇവിടെ ഇല്ല. Then we didn't have our own faith home there. ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. And we were dwelling in a rented house. പിന്നെ നമുക്കൊരു വിശ്വാസി 20 സെന്റ് സ്ഥലം തരികയുണ്ടായി. After which a believer donated 20 cents of land. അവിടെ നല്ല ഒരു വിശ്വാസവനും പണിയുണ്ടായി. And we built a beautiful faith home there. 1980 തിരുവല്ല കൺവെൻഷൻ ആയപ്പോൾ അവിടെ പോയി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം ഞങ്ങളെ എല്ലാവരെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. In 1980, I went to Tiruvalla Convention, and the Lord has separated all of us for this glorious ministry. വേലയ്ക്കെടുത്ത് വീണ്ടും കുമ്പനാട് തന്നെ പോവുകയുണ്ടായി. സുവിശേഷ വേലയ്ക്കെടുത്തിട്ട് And after getting separated again, we went to them. 2 വർഷത്തോളം അവിടെ പാസ്റ്ററോട് കൂടെ ഇരുന്ന ആ വിശ്വാസത്തിലെ ജോലികളൊക്കെയും ചെയ്യുന്നതിന് ദൈവമായ കർത്താവ് സഹായിച്ചു. For nearly 2 years, I was there with the pastor, and I was helping him in the ministry. ആ വർഷം ഞങ്ങൾ 5 സഹോദരന്മാരും 7 സഹോദരിമാരും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുകയുണ്ടായി. And that year, we 5 brothers and 7 sisters got separated for the ministry. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു മദ്രാസിൽ ട്രെയിനിങ്ങിന് പോകണം എന്നുള്ളത്. We had a great desire to go to Chennai to undergo training.
അന്ന് തിരുവല്ലായിൽ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നത് പാസ്റ്റർ KP കോശിയപ്പച്ചനും അസിസ്റ്റന്റ് ആയിരുന്നത് പാസ്റ്റർ TV തോമാച്ചാനുമായിരുന്നു. Pastor KP Koshi was the central pastor of Tiruvallam, and Pastor TV Thomas was the assistant pastor there. ഇവർ രണ്ടുപേരും ദൈവത്തിൽ ചേർക്കപ്പെടുകയുണ്ടായി. These two again entered into glory. കോശിയപ്പച്ചനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. And we told the central pastor, he replied, ഞാൻ സിലോണിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജേക്കബ് രത്നസിംഹം അവിടെ ലോക്കലിലെ ഒരു മൂപ്പനായിരിക്കുകയായിരുന്നു. when I was in Ceylon, Pastor Jacob Ratnasingh was an elder in a local there. അതുകൊണ്ട് ഇന്ന് ഈ TPM-ൽ എന്നേക്കാൾ സീനിയർ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ ട്രെയിനിങ്ങിൽ നിന്നാൽ മതി, മദ്രാസിലൊന്നും പോകണ്ട എന്ന് പറയുകയുണ്ടായി. Therefore, I am the senior most in this TPM. Therefore, you need not go to Chennai. You remain under me. You will have good training. നടത്തിപ്പുകാരിങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാനൊക്കെ പോകാനൊക്കുവോ? The leaders say that we have to obey. ഞങ്ങൾ അതിലൊരു സഹോദരനെ മാത്രം മദ്രാസിൽ വിടുകയുണ്ടായി. Only one brother was sent to Chennai. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അങ്ങനെ 1980 മുതൽ ഏതാണ്ട് 2005 വരെ 25 വർഷത്തോളം തിരുവല്ല സെന്ററിന്റെ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. This from 1982 2005, around about 25 years, I was doing the ministry in different locals under Tiruvalla Center. കുമ്പനാട് സഭയിലും ചാർജായിട്ട് 2-3 വർഷത്തോളം ഇരുപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. The Lord helped me to be in charge of Kumbanad Faithu for nearly 3 years. 2005 ചെന്നിത്തല എന്ന സ്ഥലത്തു നിന്നാണ് കോഴിക്കോട് സെൻട്രൽ ഫെയ്ത്തുമില് അസിസ്റ്റന്റായിട്ട് നടത്തിപ്പുകാർ അയച്ചത്. When I was doing ministry at Chennithala Faithu Home, that is in 2005, I was sent to Calicut Faithu Home to do the service there. കേരളത്തിലെ വേലകളിൽ ഏറ്റവും കഷ്ടമായ ഒരു വേലയാണ് കോഴിക്കോട് സെൻട്രലിലെ വേലകൾ. The ministry and the Kozhikode Center, that is supposed one of the most difficult. കേരളത്തിലെ 6 ജില്ലയിലും തമിഴ്നാടും കർണാടകയിലും നമ്മുടെ വേലകളുണ്ട്. So then our ministry spreads 6 districts in Kerala and again in Tamil Nadu and Karnataka. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു പ്രയാസം പോലെയൊക്കെ ഉണ്ടായിരുന്നു. First time when I went there, I underwent a little bit of tension. എന്നാൽ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അനേക സ്ഥലങ്ങളിൽ പോകുവാനും അനേകരുമായി പരിചയപ്പെടുവാനും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനും ദൈവമായ കർത്താവ് സഹായിച്ചു. But after reaching there, the Lord helped me to visit many places, to interact with many people, and do the ministry of the Lord faithfully. കോഴിക്കോട് നിന്ന് 200 കിലോമീറ്റർ അധികം ഉണ്ട് കാസർഗോഡ് ഫെയ്ത്തുമിലേക്ക്. So from Calicut, you have to travel 200 kilometers to Kasargod Faithu Home. അതിനിടയ്ക്കാണെങ്കിൽ 1, 2, 3 ഫെയ്ത്തോ മാത്രമേ നമുക്കുള്ളൂ. In between, we have got 1 or 2 faith homes only. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അങ്ങനെ കഴിഞ്ഞ 2007 മാർച്ച് മാസം വരെയും കോഴിക്കോട് സെൻട്രൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഭാഗ്യം നൽകി. The still last March, that is 2007, the Lord helped me to do His ministry at Calicut. 2007 മദ്രാസ് സന്ദർശനം കഴിഞ്ഞപ്പോൾ മാറ്റത്തിന്റെ ലിസ്റ്റ് വായിച്ചു. അങ്ങനെ എറണാകുളം സെൻട്രലിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. In 2007, after the Chennai International Convention, I was transferred to Ernakulam. ഏതാണ്ട് 1.5 വർഷമാകാൻ പോകുന്നതേയുള്ളൂ. ആ സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തു. For around about 2.5 years, I was doing the ministry of God there. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അങ്ങനെയായിരുന്നപ്പോഴാണ് ഈ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നടത്തിപ്പുകാർ അയച്ചത്. It was then only I was sent to Trivandrum Center by the leaders. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയായപ്പോൾ ഇവിടെ വന്നേരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. This last Sunday, around about 9 o'clock, the Lord enabled me to come over here. ഈ സ്ഥലത്തെ വേല ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപയും ദൈവത്തിന്റെ ജ്ഞാനവും എനിക്ക് ആവശ്യമാണ്. I am in need of the grace and the wisdom of the Lord to do the ministry that is meant here. എന്നേക്കാൾ വളരെ കഴിവും പ്രാപ്തിയും ഉള്ള വിശുദ്ധന്മാരാണ് ഇവിടെ ഇരുന്നിട്ട് മടങ്ങിപ്പോയത്. The people who entered ministry here and went to different places, they are more worthy and honorable than I am. ഈ ശുശ്രൂഷ ചെയ്യുവാന് ഉള്ള കഴിവോ പ്രാപ്തിയോ യോഗ്യതയോ ഒന്നും എനിക്കില്ല. I do not have the ability or the wisdom or the grace to do this ministry. ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെയും നിലനിർത്തി എന്ന് പറയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. I can say that only by the grace of God the Lord has preserved me. ആകയാൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. Therefore your precious prayers are highly essential for me. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ട സ്ഥാനത്ത് വിശുദ്ധരായി ജീവിച്ച് ദൈവസന്നിധിയിൽ കാണപ്പെടണം. ആ ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ഓട്ടത്തെ നാം ഓടുന്നവരായി തീരണം. We must lead a holy life and faithful unto the Lord,
and what is the purpose with which the Lord has called us. We have to reach that destination. With the same goal, we must run this race. നമ്മുടെ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കായിരിക്കുന്ന അവകാശത്തിൽ ചെന്നേരുവാൻ സാധിക്കും. If we run the race diligently, definitely we'll be able to reach the goal that the Lord has reserved for us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us focus our attention onto the passage we have just read. വീണ്ടും ആ വേദഭാഗം വായിക്കാം. Read the same portion again. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. കർത്താവായ യേശു പറഞ്ഞതായ കാര്യമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. It is in this passage we are able to understand the things spoken by our Lord Jesus Christ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഈ വേദഭാഗത്തിന്റെ ആരംഭഭാഗം നാം വായിക്കുമ്പോൾ യേശുവും പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ളതായ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. When we come to the introductory part of this one, we understand the discussion taking place among the Pharisees, the scribes, and Jesus Christ. യേശു ദേവാലയത്തിൽ ചെന്ന് അവിടെ ഇരുന്ന ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്നൊരു സ്ത്രീയെ അവന് മുമ്പേ കൊണ്ട് നിർത്തുകയുണ്ടായി. Jesus went to the temple and he was to speak the word of God to the people. Meanwhile, a woman caught because of adultery was brought to his presence. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിക്കുകയാണ്. They asked Jesus then, a person who has committed such a crime should be killed by pelting stones upon that person, and that is a commandment of Moses, but what dost thou say? എങ്ങനെയെങ്കിലും യേശുവിന്മേൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ അവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. Somehow or other they are waiting to corner Jesus Christ. ഇതിനെ കർത്താവ് ആദ്യം മറുപടി ഒന്നും പറയുന്നില്ല. Initially, Lord Jesus Christ does not extend a response. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നതായി അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. From the passage we understand Jesus Christ was writing something with his finger on the ground. ഒടുവിലായി കർത്താവ് അവർക്ക് നല്ല ഒരു മറുപടി കൊടുക്കുകയാണ്. Finally, the Lord himself extended a suitable reply. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറയുകയുണ്ടായി. Among you who doesn't have any sin, first let him pelt a stone upon her. ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് ഒരിക്കലും അവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചു കാണുകയില്ല. They never expected that such a question would be posed unto them. ആ ചോദ്യത്തിന് മുൻപാകെ അവർക്ക് ഒന്നും മറുപടി പറയുവാൻ ഇല്ലായിരുന്നു. It is before that question they were spellbound. അവര് ഓരോരുത്തരായി അവിടെ വിട്ടു പോയതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. From the passage we understand one after another they vacated the place. യേശു ഈ സ്ത്രീയെ നോക്കി ഇപ്രകാരം പറയുന്നു. Jesus, look at this woman, says. യേശു നോക്കുമ്പോൾ മറ്റാരെയും കാണുന്നില്ല, സ്ത്രീയെ മാത്രം കാണുകയാണ്. Jesus looked up and no one else other than this woman was there. യേശു പറയുകയാണ്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. He said that I do not punish you, depart from here, henceforth commit no more sin. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ച് തന്നതാണ്. Beloved people of God, our Lord has already forgiven all our sins. എന്നാൽ പാപം നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ആരും മറന്നു പോകരുത്. However, nobody should forget the fact that we are leading our life in a world that is crammed with the sins. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ വിളിച്ചവൻ അല്ലേ എന്റെ കർത്താവ് എന്നെ അയച്ചവൻ എല്ലായ്പ്പോഴും എന്നോടുകൂടെ ഉണ്ടെന്ന് യേശു പറയുകയാണ്. That's why Lord Jesus Christ himself says in this passage, he who has sent me is always with me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദം ഉള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് യേശു പറയുകയാണ്. He adds that always I do things which are pleasing unto my Father, and therefore he has never left me alone. നമുക്കും പറയുവാൻ സാധിക്കും, നമ്മെ വിളിച്ചവനായ യേശു എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവനായ ദൈവം നമ്മെ അവസാനത്തോളം നടത്തുവാൻ ശക്തൻ തന്നെയാണ്. The very God who had called us is able to lead us till the very end. അതുകൊണ്ടാണ്
ദൈവം യാക്കോബിനോട് ഇപ്രകാരം പറയുന്നത്. That's why when the Lord speaks to Jacob, ഉൽപ്പത്തി 22-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. Book of Genesis chapter 28 verse 15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of എന്താണ് God. യാക്കോബിനോട് ദൈവം പറയുന്നത്? What does the Lord say to Jacob? ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. Behold, I am with thee. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും എന്ന് യാക്കോബിനോട് പറയുകയാണ്. The Lord says to Jacob, I'll keep thee in all places whither thou goest, and will bring thee again into this land. മാത്രമല്ല നിന്നോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിക്കും എന്ന് പറയുകയാണ്. Again the Lord says that I will fulfill all that I have spoken to you. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലതുമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിലുണ്ട്. Beloved people of God, as we are leading our life in this world, even our life is filled with different kinds of desires. നാം ദൈവഹിത പ്രകാരം ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുവാൻ ദൈവം ശക്തൻ തന്നെയാണ്. According to the plan of God, according to the will of God, if we make our pleading unto the Lord, He is able to fulfill the same. നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ വിശ്വാസത്തിൽ ദൈവമക്കൾ ജീവിക്കുന്നവരായി തീരണം. The people of God should maintain their life on the ground, on the faith that our Lord shall never leave me behind. അതുകൊണ്ടാണ് ദൈവം യാക്കോബിനോട് വീണ്ടും പറയുന്നത്. യെശയ്യാ പറയുന്ന 41-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയുന്നു. Coming to Isaiah chapter 41, the 10th verse, we are able to read of another statement that the Lord made unto Jacob. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. എന്നെല്ലാം കാര്യങ്ങളാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. What are the promises the Lord makes here? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. The Lord says, fear thou not, for I am with thee. സത്യവേദപുസ്തകം പരിശോധിക്കുമ്പോൾ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് പല ഭാഗങ്ങളിലായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. When we examine the pages of the Bible, we understand 365 times the phrase fear not is mentioned. ഒരു വർഷത്തിലെ ഓരോ ദിവസത്തിലും ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം ദൈവമക്കൾ കേൾക്കുന്നവരായി തീരണം. By implication, we understand every day you must hear the voice of God, fear not in your life. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. That's why the Lord says, fear thee not, I am with thee. നീ ഒന്നിനെയും കൊണ്ടും ഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്യുകയാണ്. Again the Lord adds, be not dismayed, I am thy God. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുകയാണ്. The Lord strengthens the saying, I will strengthen thee, I will help you. ദൈവം നമ്മെ ശക്തീകരിക്കണമെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായി തീരണം. If the Lord is to strengthen us, we have to come closer to the Lord. ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളെ നാം ദൈവത്തിലേക്ക് ഉയർത്തുന്നവരായി തീരണം. If the Lord is to help us, we have to lift our vision unto the Lord. 121-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. From Psalm 121, we are able to read the same from the passage. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. The psalmist reminds, my help cometh from the Lord which made heaven and earth. ദൈവം എല്ലായ്പ്പോഴും നമ്മെ സഹായിപ്പാൻ മതിയായവനാണ്. The Lord is mighty enough to help us always. ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ നാം എല്ലായ്പ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരായി തീരണം. If the Lord is to always to help us, ever we must be with the Lord. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്. That's why in the same pages of Psalms, King David says, 23-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. coming to the 4th verse, Psalm 23, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് താൻ പറയുകയാണ്. thou art with me. വായിക്കാം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും
ദൈവമക്കൾ ഭയപ്പെട്ടു പോകുന്നവരായി തീരുവാൻ പാടില്ല. In the midst of any adverse circumstances, the people of God should not be feared. അവിടെയൊക്കെയും വിടുവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. In all such circumstances, the Almighty God is always with us in order to deliver us. ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ വിജയവും അപ്രകാരമായിരുന്നു. King David could attain victory throughout his life in such a way. ശമൂവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Coming to 2 Samuel chapter 5, 10th verse, we are able to understand so. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ദാവീദ് പ്രബലനായി തീരുവാൻ ഉള്ള ഒരേ ഒരു കാരണം എന്താണ്? What is the sole reason whereby David grew great? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Because the Lord of hosts was with him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ദൈവം തന്നോട് ഇരുന്നതിനാൽ തന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യിച്ചതായി തിരുവനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. When we examine the word of God, we come to understand, as the Lord was with David, the Lord made him do mighty things. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ നാം ദൈവത്തോടെ ഇരിക്കണമെങ്കിൽ ദൈവം നമ്മൾക്കൂടെയും വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. Beloved children of God, if we are with the Lord, if the Lord is with us, the Lord is able to do mighty things through us. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. The Lord has given the promise, He shall never leave us, He shall never forsake us. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം മോശയെ നിയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We understand the Lord was appointing Moses in order to liberate the people of God from Egypt. എന്നാൽ ആ മോശയ്ക്ക് ശേഷമായി യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായി കാണുന്നു. After Moses, the Lord raises up Joshua. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കും. Joshua chapter 1, the 5th verse. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇവിടെ എന്താണ് ദൈവം യോശുവയുടെ വാഗ്ദത്തം ചെയ്യുന്നത്? What is the promise made by the Lord to Joshua? നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല എന്ന് പറയുകയാണ്. The Lord says, there shall not any man be able to stand before thee all the days of thy life. ഞാൻ മോശയോട് ഇരുന്ന പോലെ നിന്നോടെയും ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. Again the Lord makes the promise, as I was with Moses, I shall be with thee. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം എന്ന് യോശുവയോട് ദൈവം അരുളി ചെയ്യുകയാണ്. The Lord speaks to Moses, I will not fail thee, I will not forsake thee. You must be of good courage and be strong. ഉടലായി പറയുന്നത് എന്താണ്? നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണമെന്ന്. Finally the Lord says then, be strong and of good courage. ദൈവമക്കൾ നല്ല ധൈര്യശാലികളായി കാണപ്പെടണം. The people of God should be men of boldness. പലരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ധൈര്യം കുറഞ്ഞു പോകുകയാണ്. When sufferings, challenges and sicknesses beset human life, many people become feeble in their strength. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും നമ്മൾ അങ്ങനെയായി തീരരുത്. Beloved children of God, no one should become like so. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിയ സഭയോട് ഇപ്രകാരം ഓർപ്പിക്കുന്നത്. Therefore Apostle Paul, as his writing epistle to Corinthians, 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ. in 2 Corinthians chapter 4, the 16th verse says, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? What does the apostle say here? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. Therefore we faint not, but though our outward man perish, the inward man is renewed day by day. ചില ദൈവമക്കളെ സംബന്ധിച്ച് പ്രായമായി ശരീരം വളരെ ശോഷിച്ചുവെങ്കിൽ തന്നെയും അവരുടെ അകത്തെ മനുഷ്യന് യാതൊരു ക്ഷീണവും ഇല്ല. Touching some people of God, physically and biologically they grow old, physically they become weak and fragile. However, within there's no weakness. ചില വർഷങ്ങൾക്ക് മുൻപ് പ്രായമായ ഒരു പിതാവിനെ സന്ദർശിക്കുന്നതിന് ഇടയായി തീർന്നു. A few years ago, I got an opportunity to visit an old man.
അദ്ദേഹത്തെ കണ്ടാൽ ശരീരം വളരെ ബലഹീനപ്പെട്ടു പോയി. And physically he was so much fainted. ഒരു വശത്തോട് തിരിച്ചു കടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. In order to keep him one side, and we need to have the support of many people. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ When I was praying for him, ശരിയായി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയുണ്ടായി. he got filled of the Spirit of God and he talked with God. എനിക്ക് വളരെ ആശ്ചര്യം തോന്നുകയുണ്ടായി. And I was very much surprised at the sight. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നതിനിടയായി തീർന്നത്. For the first time in my life, then I witnessed such an experience. ബലഹീനനായിരിക്കുന്ന ആ മനുഷ്യൻ ഞാൻ പറഞ്ഞതിനേക്കാൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. The aged man who was physically so fragile and weak, and he spoke in unknown tongues more than what I did. പുറമേയുള്ള ശരീരം ക്ഷയിച്ചുവെങ്കിലും അകമേയുള്ള മനുഷ്യന് യാതൊരു ക്ഷീണവുമില്ല. Even though the outward man was very weak, the inner man did not faint. നമ്മുടെ ശരീരം പുറമേ ക്ഷയിക്കുമ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കുക എന്തോ പറ്റി, എന്റെ തകരാർ സംഭവിച്ചു, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ. When a body becomes emaciated, others may ask what happened. Have you been suffering from any kind of particular sickness? എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിക്കുന്നുവെങ്കിൽ ആര് ചോദിക്കുമല്ല, ആത്മീയരായാലും ചോദിക്കും എന്തോ സംഭവിച്ചു എന്ന് ചോദിക്കും. But if there is a weakness to the inner man, others will not ask. Only the spiritual people ask, what happened to you? അതുകൊണ്ട് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് എത്രമാത്രം ആയുസ് തരുന്നു, ആ സമയം വരെയും ദൈവം എന്ന അഭിഷേകത്തെ പുതുക്കി ദൈവമക്കൾ മുൻപോട്ട് പോകുന്നവരായി തീരണം. Therefore, while we are in this world, the days that the Lord provides us in this world, we must renew our anointing and move forward in this spiritual path. ദൈവം നമുക്ക് സുഖവും ബലവും ആരോഗ്യം തരുമ്പോൾ അത് നാം ദൈവത്തിനായി കൊടുക്കുന്നവരായി തീരണം. The Lord gives us health, healing and strength. We must utilize the same for the Lord. നമ്മുടെ മുഴുവൻ ശക്തിയോട് നാം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. With our whole strength, we must serve unto the Lord. അങ്ങനെ നാം ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ കൂടെ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. Thus, if we worship the Lord, through that worship we can find deliverance. ആകയാൽ പ്രിയ ദൈവമക്കളെ നാം ധൈര്യശാലികളായി കാണപ്പെടണം. Therefore, beloved people of God, we must be people of good courage. ഇവിടെ യോശുവയോട് ദൈവം അരുളി ചെയ്യുന്നു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക എന്ന് പറയുകയാണ്. Here the Lord speaks to Joshua, be bold, be of good courage and strong. ആ ഉറപ്പും ധൈര്യവും അവസാനം വരെയും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. We come to understand till the fag end of his life, he was holding fast the same boldness and courage in his life. കാരണം അവസാനം വരെയും ദൈവത്തോട് അവൻ പറ്റിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Further, we understand till the last moment he did cleave unto the Lord. ദൈവത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. If we cling on to the Lord, assuredly he is able to deliver us. 91 സങ്കീർത്തനം 14 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Coming to Psalm 99, the 14th verse. വായിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. എന്താണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്? What does the psalmist say here in 91? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും എന്ന് പറയുകയാണ്. Because he hath set his love upon me, will I deliver him. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും എന്നും പറഞ്ഞിരിക്കുകയാണ്. He adds, I will set him on high because he hath known my name. ദൈവമക്കൾ എല്ലായ്പ്പോഴും ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായി തീരണം. The people of God should always cleave on to God. ആരാധനയിൽ വരുമ്പോൾ മാത്രം പറ്റിയിരുന്നാൽ പോരാ. It will not do as they come to the service, cling on to the Lord. എല്ലാ സമയങ്ങളിലും നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടണം. We must nurture the experience of clinging on to the Lord in every circumstance of our life. ദൈവത്തോട് പറ്റിയിരുന്നാല് ആരാധനയ്ക്ക് വന്നാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. If we draw closer to the Lord, once we come to the worship till it is over, we cannot go out. വെളിയിലോട്ട് പോകുമ്പോഴാണ് കാറെ വരയ്ക്കണമെന്നൊക്കെ തോന്നുന്നത്. Sometimes as we go out only, we will have the other feelings draw on vehicles. കാരണം ഏകാഗ്രതയോടെ അല്പസമയം ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. Because you are not able to be in the presence of God, focus your attention here. പിന്നെ മാതാപിതാക്കന്മാരുടെയും നടത്തിപ്പുകാരെയും ഒക്കെ ഭയന്ന് ഇരിക്കുന്നേ ഉള്ളായിരിക്കാം. And sometimes if fearing the leaders and the parents, you may remain here. അതുകൊണ്ട് ദൈവസന്നിധി വന്നിരുന്നാൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. Therefore, once we come to the presence of God, we must be worshiping God. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവത്തെ സന്തോഷിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നിറഞ്ഞ് നോക്കിയിരിക്കുന്നവരായി തീരരുത്. When all get filled with the Holy Spirit of God and rejoice in the Spirit,
You should not be mere onlookers. ഉള്ള അനുഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. If that being so, the remnant, that blessing is drained. ദൈവസനയെല്ലാം കടന്നു വരുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുന്നതിന് വേണ്ടിയാണ്. We come to the presence of God in order to renew our spiritual life. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. The Lord is mighty enough to bless every member of this congregation. സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. He is the God who is able to bless all the ones who fear unto him, the small and the great ones. ആകയാൽ പ്രിയ ദൈവമക്കളെ, ആ അനുഗ്രഹത്തിന് യോഗ്യരായി ദൈവസനയിൽ നാം കാണപ്പെടുന്നവരായി തീരണം. Therefore, beloved children of God, we must be worthy and be in the presence of God in order to experience these blessings from His presence. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നത്. Therefore, John the Apostle in his epistles reminds. 3-ാം ലേഖനം 4-ാം വാക്യം വായിക്കാം. 3rd epistle verse 4. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. Here the apostle says, I can know greater joy than to hear that my children walk in truth. നമ്മുടെ മക്കൾ എല്ലാവരും ഈ സത്യത്തിൽ അവസാനം വരെയും നിലനിൽക്കുന്നവരായി തീരണം. All our children should walk and stand fast in this truth till the very end. അനേക യൗവനക്കാർ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ ലോകത്തിൽ കൂടെ സന്തോഷിക്കുമ്പോൾ അതിനൊക്കെയും ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് ഈ കൂട്ടായ്മയിൽ കൊണ്ടുവരികയും ഈ സന്തോഷത്തെയും സമാധാനത്തെയും നിരന്തരം പ്രാപിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. When many youngsters of the world plunge into the worldly life and luxury, the Lord has chosen us, called out, separated us, and brought us to this fellowship in order to do His will, and thereby we can have greater joy. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതിയിൽ നാം വളർത്തുന്നുവെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. If we bring our children up in the disciplined fashion, thinking of them, we can rejoice. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. 1984 ഒരു സ്ഥലത്ത് ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, In 1984, when I was doing the ministry at a particular place, ഒരു ഭവനത്തിൽ ഞാൻ വിസിറ്റിംഗ് ചെല്ലുകയുണ്ടായി. I made a house visitation. അവിടെ ചെന്നപ്പോൾ അപ്പനും മകനുമായി ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. Then there was an altercation between the father and the son. ഈ മകനെ നമ്മുടെ വിശ്വാസത്തിലല്ല, The son was not attending our fellowship. ഞാനവിടെ യാദൃച്ഛയാൽ അകപ്പെട്ടു പോയതാണ്. Accidentally, I was cornered there. ഈ പയ്യന്റെ കയ്യില് ഈ കോമ്പസ് ഇൻസ്ട്രുമെന്റ് ബോക്സിന് 2 സൈഡും നല്ല കുർമ പോലെ ആ സാധനം കയ്യിലിരിക്കുകയാണ് അപ്പനെ കുത്താനായിട്ട്. The boy was holding the divider in his hand in order to stab his father. ഞാൻ ഇതിനിടയ്ക്ക് അകപ്പെട്ടും പോയി. എനിക്ക് അവിടുന്ന് ഇറങ്ങി പോരാനും ഒക്കാതായി പോയി. In between action I went, then I was not able to evade the scene. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവൻ ചെന്നോടനെ പറയാ, എന്നെ അവൻ കുത്താനായിട്ട് ഇതുകൊണ്ട് നിൽക്കുകയെന്ന് പറയുകയാണ്. The father says that this boy is making attempt to stab me. ഇവൻ പറയാ, ഞാൻ ഇയാളെ ഇപ്പം കുത്തി കൊല്ലുമെന്നും പറയുക. The boy says, I will stab and kill him now. ഇതിനിടയ്ക്ക് ഞാൻ നിൽക്കുകയാണ്. In between I was there. ഞാൻ ആകപ്പാടെ ഇറങ്ങിപ്പോയി. So I was embarrassed. ചുരുക്കം പറഞ്ഞാല് ഒരു സാവകാശത്തിൽ ഈ സാധനം ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കുകയുണ്ടായി. Simply speaking, in a stealthily fashion, I just disowned that divider from him. ഞാനും വളരെ പേടിച്ചാണ് അവിടെ നിന്നത്. I was also very much panic stricken. ഇവനൊരു കുത്ത് നമുക്ക് തന്നാൽ നമ്മളും കൊള്ളത്തേ ഉള്ളൂ. Suppose the boy stabs at me, I have to sustain injury. കുത്തുമോ ഇല്ലെന്ന് എനിക്കും ഭയമുണ്ട്. And I had the fear that whether he would attack me. ഏതായാലും സാവകാശത്തിൽ ആ സാധനം വാങ്ങിച്ച് ഞാൻ ബാഗിൽ വയ്ക്കുകയുണ്ടായി. Somehow or then passively I got it and kept in my bag. ഒരു പരുവത്തില് അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. Somehow or then I escaped therefrom. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രാർത്ഥിച്ചു പോരുകയുണ്ടായി. I prayed and returned. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് ഈ കൂട്ടായ്മയിൽ തന്നെ വരികയുണ്ടായി. After some days he got saved and came to our fellowship. ആ സാധനം ഞാൻ കൊണ്ട് കളയുകയും ചെയ്തു. And I just cast out that divider. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are leading our life in such a wretched world. അങ്ങനെയുള്ള മക്കളും നമ്മുടെ ഇടയിലുണ്ട്. There are such children also in our midst. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതിയിൽ നാം വളർത്തുന്നവരായി തീരണം. It is the very young age itself you have to bring up children in the right fashion. മറ്റൊരിടത്ത് ചെന്നപ്പോൾ വേറൊരു അനുഭവം ഉണ്ടായി. At another place I underwent another experience. അവിടെ ഒരു മകൻ മാത്രമേ ഉള്ളൂ. There was only one son. ഞാൻ പറഞ്ഞു, മക്കളെയൊക്കെ ശരിയായി അടിച്ചു വളർത്തണമെന്ന് പറഞ്ഞു. I told them that you have to give him the suitable stripes, punish him and bring him up.
ഉപദേശി എന്തോ പറയുന്നത്, ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, അതിനെ പഠിക്കണം പറഞ്ഞാൽ ഒക്കുന്ന കാര്യമാണെന്ന് എന്നോട് ചോദിക്കുക. Your brother, what do you say? I got only one. If he says that he must be punished, can it be done? ഞാൻ പറഞ്ഞല്ലോ എന്നായിപ്പോയി. And I thought that I was in an embarrassing situation. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അടിക്കൊന്നും വേണ്ട, പിന്നെ തലവേദന ആയിരിക്കും എന്ന് പറഞ്ഞു. വേറെ ഒന്നും I പറഞ്ഞു. told that you did not punish now, and later he will become a headache to you. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയെ കാണുകയുണ്ടായി. After a short while, I happened to meet that sister. എന്നോട് പറഞ്ഞു മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. She requested me to pray for her son. എന്താണെന്ന് ചോദിച്ചു. I asked the reason. വിശ്വാസ വീട്ടിൽ വരുന്നില്ല, അവൻ കൂട്ടുകാരുമായി ഇങ്ങനെ ലോകത്തിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര തലവേദനയാന്ന് പറയുകയുണ്ടായി. He doesn't come to the faith home. He is joining his friends, going to the world. He has become a vessel of headache to me. ഞാൻ പറഞ്ഞു പണ്ട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. I asked her, do you remember what I have advised you formerly? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് എന്നോട് പറയുകയുണ്ടായി. She replied, that's why I request you to pray. അതുകൊണ്ട് മക്കളെ ശരിയായ രീതിയിൽ വളർത്തിയാൽ അവരെ കൊണ്ട് നമുക്ക് സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ. If you bring up your children the right way, they will become source of joy. എന്താണ് തിരുവചനം പറയുന്നത്? എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. The word of God says, I have no greater joy than to hear that my children walk in truth. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല തികഞ്ഞ ആത്മീയരായി സഭയ്ക്ക് ദേശത്തും നല്ല മാതൃകയുള്ളവരായി കാണപ്പെടട്ടെ. Our children should be exemplary, and they should be classical examples and be perfect to the church and the society. കുഞ്ഞുങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ യുവജന മീറ്റിങ്ങുകളൊക്കെയും ക്രമീകരിക്കുന്നത്. It is for the spiritual edification of the youngsters only. Youth meetings, youth conventions are held. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, മൊബൈൽ ഫോണൊന്നും ആരും കൊണ്ടുവരരുത്. Let me add one more thing. Please do not bring mobile phones here. അത് കൊണ്ടുവന്നാലും ഇവിടെ ഉപയോഗിക്കാനും പാടില്ല എന്ന് പറഞ്ഞേക്കാം. If at all you bring here, don't use it. ഉപയോഗിക്കുന്നവരെ കണ്ടാല് അന്നേരമേ പറഞ്ഞങ്ങ് വിടുന്നതായിരിക്കും. And if I notice anybody using, they'll be sent off. നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇവിടെ കടന്നു വരുന്നത്. For the spiritual edification only, we gather here. ഇന്ന് മൊബൈൽ ഉണ്ടാക്കുന്ന കുഴപ്പം എന്തെല്ലാമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. Without my telling you, know what are the bitter consequences perpetrated by mobile. ചിലരെ 2, 3, 4 ഒക്കെ ഉണ്ട്. Some people have 2 or 3 sets. ഇതെല്ലാം കൂടെ ഒരുപോലെ വന്നാൽ ഏതുപോലെ സംസാരിക്കാനൊക്കെ ഒന്നും നടക്കത്തില്ല. Simultaneously, and the news comes, and you cannot engage everything. ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊള്ളുക. For the need, just use it. ആവശ്യമില്ലാതെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നവരായി തീരുവാൻ പാടില്ല. Without a need, you must not use it. ഇല്ലാതിരിക്കുന്നാൽ ഏറ്റവും നല്ലതാണ്. It is the best thing if you avoid it. എറണാകുളത്ത് ഒരു പഴയ പ്രിൻസിപ്പാൾ സാറുണ്ട്. At Ernakulam, a retired principal was there. എന്നോട് പറഞ്ഞു എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട, അത് കുറച്ചുള്ള ഉപയോഗം മതി എന്ന് പറയുകയുണ്ടായി. He said that I am not in need of this mobile phone, and my uses without this will do. ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ്. To a certain extent, his decision is good. എന്നാൽ അനേക പ്രയോജനങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. We know that it has got more uses also. അതൊക്കെ യോഗ്യമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. Therefore, the true spirit, according to requirement, if you use it, it will not be problematic. ആകയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല തികഞ്ഞ ആത്മീയരായി കാണപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി ദൈവമക്കൾ അധികം പ്രാർത്ഥിക്കുകയാണ്. So may our children be absolutely spiritual, and the parents should pray earnestly for them. നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. Let us come back to the portion of the scripture we have എന്താണ് read. യേശു ഇവിടെ വിളിച്ചു പറയുന്നത്? What did Jesus proclaim here? എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ടെന്ന് പറയുകയാണ്. He that sent me is with me. പ്രിയ ദൈവമക്കളെ, നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കും, നമ്മെ വിളിച്ചവനായ കർത്താവ് എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. Beloved people of God, we can also say the very Lord who had called us is with us. യോശുവയോടും കാലേബിനോടും കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കനാൻ ദേശം അവകാശമാക്കുവാൻ കഴിഞ്ഞത്. The Lord was with Joshua and Caleb, and therefore they were able to inherit the land of Canaan. കാരണം പുരുഷന്മാരുടെ എണ്ണം മാത്രം 6 ലക്ഷം പേരെന്ന് പറയുന്നു, സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം പറയുന്നില്ല. The number of male, that is more than 6 lakhs, and the number of children and women is not mentioned. എന്നാൽ ഈ 6 ലക്ഷം പേരിൽ 2 പേർക്ക് മാത്രമേ കനാൻ ദേശത്തെ ചെന്നുകയറുവാൻ കഴിഞ്ഞുള്ളൂ. But of these 6 lakh men, only 2 were able to reach the promised land. ബാക്കിയുള്ള സകല ജനത്തെയും ആ മരുഭൂമിയിൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞതായി തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. The word of God says then, the remaining vast multitude got perished in the wilderness. പ്രിയ ദൈവമക്കളെ, നമ്മെയും ദൈവം പുതിയ യെരൂശലേമായി സിയോനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Beloved children of God, the Lord has also elected us as Zion and New Jerusalem. ദൈവത്തിന്റെ തീരുമാനത്തെയും പ്രതിഷ്ഠയെയും അവസാനം വരെയും നാം പാലിക്കുന്നുവെങ്കിൽ മാത്രമേ
ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്കും ചെന്നേരുവാൻ സാധിക്കുകയുള്ളൂ. If we hold fast the dedication, consecration, decision till the fag end, then only we will be able to reach that destination. കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. The Lord has made us the promise, I shall be always with you till the end of the world. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്കായിരിക്കുന്ന അവകാശത്തിൽ നമ്മെ കൊണ്ടെത്തിപ്പാൻ അവൻ ശക്തനായി നമ്മളോടെ ഉണ്ട്. The Lord is always with us, being the omnipotent God who is able to take us to our destination. That is the promise to land. യേശു പറയുന്നത്, ഒന്നാമത് പറയുന്നു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. Here first Jesus says, he that is sent me is with me. രണ്ടാമതായി പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ള ചെയ്യുന്നതുകൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല എന്ന് യേശു പറയുകയാണ്. Secondly, Jesus says, always I do things to please you unto the Father, and therefore he has not left me alone. എല്ലായ്പ്പോഴും പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ചതായി ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. It is from this passage we understand always Jesus the Son pleased the Father. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തിൽ നാം എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. Beloved children of God, we must be the band of people who are always doing things delightful unto the Lord. ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? Who can please God? ഇബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. Coming to Hebrews chapter 11 verse 6, the apostle remains of the same. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? What is it that we grasp from this passage? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയയില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. The word of God says it is impossible to please God without faith. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. So Hebrew chapter 11 is a detailed catalogue of the warriors of faith. വിശ്വാസം എന്ന വാക്ക് ആ ഒരു അധ്യായത്തിൽ ഏതാണ്ട് 26 പ്രാവശ്യം പല ഭാഗങ്ങളിലായി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. In the same chapter itself, the word of faith is just highlighted nearly 26 times. വിലയേറിയ വിശ്വാസത്താൽ കർത്താവ് നമ്മെ രക്ഷിച്ച് ഈ കൂട്ടായ്മയിൽ ഈ വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. By the precious faith, the Lord has saved us and brought us to this fellowship. ഈ വിശ്വാസത്തെ നാം അവസാനം വരെയും കാത്ത് സൂക്ഷിക്കുന്നവരായി തീരണം. We have to preserve this faith till the very end. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. That's why coming to Hebrews chapter 3 verse 14 we read, if we hold fast to the initial faith till the very end, we shall be the partakers of the saints of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആദ്യ വിശ്വാസത്തെയും ആദ്യ സന്തോഷത്തെയും അവസാനം വരെയും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്നവരായി തീരണം. We must hold fast the first faith and first joy till the very end. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. സങ്കീർത്തനകാരൻ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. The psalmist reminds us, 147-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുമ്പോൾ, Psalm 147 the 11th verse, വായിക്കും. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ആരുടെ ജീവിതത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. From this passage we comprehend in whose life does the Lord find pleasure. ഒന്നാമത് ദൈവത്തെ ഭയപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കുകയാണ്. The first context, the Lord finds pleasure in the ones who fear him. തന്നെ അനയിൽ പ്രത്യാശ വയ്ക്കുന്നവരിലും ദൈവം പ്രസാദിക്കുന്നതായി കാണുന്നു. Again, the Lord finds pleasure in the people that find mercy in him. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെയും ദൈവ സന്നിധിയെയും ഭയപ്പെടുന്നവരായി തീരണം. Beloved people of God, we must fear the presence of God and God himself. ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ വളരെ ഭയത്തോട് ഭക്തിയോട് ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. After coming to the presence of God, we must worship him in great godliness and fear. ദൈവമക്കളുടെ ഇടയിൽ ആ ഭയവും ഭക്തിയും വളരെ കുറഞ്ഞിരിക്കുകയാണ്. Today, there's a great decline in the case of that fear and godliness among the people of God. നാം ആരും നമ്മുടെ അടുക്കലിരിക്കുന്നവരെ നോക്കേണ്ട ആവശ്യമില്ല.
എല്ലായ്പ്പോഴും നാം യേശുവിനെ നോക്കുന്നവരായി തീരണം. Let us not get worried about our nearby people. Let us always think about Jesus only. എന്റെ ജീവിതം ദൈവമുൻപാകെ എപ്രകാരം ഇരിക്കുന്നുവെന്ന് ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നവരായി തീരണം. Every individual should examine his own life as to what about my life in the presence of God. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. That's why in the epistle to Jude, the apostle says that you have to edify yourself. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധന പ്രാപിക്കുക എന്നുള്ളതാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം. The most important purpose with which we come to the presence of God is we want to get edified ourselves. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന എത്ര പേർക്ക് ആത്മീയ വർധന പ്രാപിപ്പാൻ കഴിഞ്ഞു? After coming to the presence of God this daytime, how many of you could get yourself edified? ആത്മീയ വർധന പ്രാപിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തോൽവി സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. If you're not able to grow spiritually, it implies there's a great failure taking place in your life. ഞാൻ ഇത്ര നാളായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ നിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അതാണ് ദൈവം നോക്കുന്നത്. In saying that this much years passed by since I received the Holy Spirit of God, it's of no use. However, what about your present standard? നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ സന്തോഷത്തിലേക്കും ദൈവമക്കൾ മടങ്ങി വരുന്നവരായി തീരണം. People of God should make a comeback to the first love and the first joy. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യോശുവയും കാലേബും ഒരു സന്ദർഭത്തിൽ ഇപ്രകാരം പറയുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ആ പാലും തേനും ഒഴുകുന്ന ദേശത്തുകൊണ്ട് എത്തിക്കുമെന്ന് പറയുകയാണ്. ആ വേദഭാഗം വായിക്കാം. Coming to Joshua and Caleb, the book of Numbers, chapter 14, verse 8, here they say that if the Lord is delighted in us, the Lord shall bring us to the land where milk and honey flowing through. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എങ്ങനെയെങ്കിലും കനാൻ ദേശം അവകാശമാക്കുവാൻ സാധ്യമല്ല. By any means you cannot inherit the land of Canaan. എങ്ങനെയെങ്കിലും പുതിയ യെരൂശലേമായി സിയോനായി തീരുവാനും സാധ്യമല്ല. Ordinarily one cannot become Zion or New Jerusalem. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കേണ്ടിയിരിക്കുന്നു. The Lord should be delighted in our life. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നാം ചെയ്യുന്നവരായി തീരണം. We must maintain a life that is acceptable unto the Lord. പെന്തിക്കോസ്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. It will not do simply if you say I have come to the Pentecostal fellowship. ജലസ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. If you say I took water baptism, it will not do. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാകുന്നില്ല. Again, it is not sufficient if you say I received the anointing. എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നാം ചെയ്യുന്നവരായി തീരണം. Always we must be the set of people doing a life pleasing unto the Lord. അവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്തെ ചെന്നേരുവാൻ സാധിക്കുകയുള്ളൂ. Only such people can reach the mark. അതുകൊണ്ടാണ് യോശുവയും കാലേബും പറയുന്നത്, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ മാത്രമേ ആ കനാൻ ദേശത്ത് എത്തിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. That's why here Joshua and Caleb say, if the Lord delights in us, then he will bring us into this promised land of honey and milk. പ്രിയ ദൈവമക്കളെ, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രസാദിക്കുകയുണ്ടായി. Beloved people of God, the Lord was pleased in their lives. അതുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് ചെന്നേരുവാൻ കഴിഞ്ഞു. Therefore they were able to reach that destination. ഇതുപോലെ നാമും ഒരു ലക്ഷ്യസ്ഥാനത്തെ ലാക്കാക്കി ഓടിക്കൊണ്ട് ഇരിക്കുകയാണ്. In the same way we are also pressing toward the mark. ആകയാൽ ആ ലക്ഷ്യസ്ഥാനത്ത് നാം കാണപ്പെടണമെങ്കിൽ അവസാനം വരെയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നാം ചെയ്യുന്നവരായി തീരണം. Not to reach the goal, we must lead a life that is delightful unto the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു. When Apostle Paul is writing to Thessalonians, he reminds. 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. Let's move on to 1 Thessalonians chapter 2 verses 4 and 5. ഞങ്ങളെ സുവിശേഷ ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഉപയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? What do we understand from these verses?
ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ, as we are tried then, we are good unto the Lord. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിന് കൊള്ളാവുന്നവരായി കാണപ്പെടണം. Every child of God in this person must be delightful to the Lord. നാം ദൈവത്തിന് കൊള്ളാവുന്നവരായി കാണപ്പെട്ടതിനാലാണ് ഈ ദൈവസനയിൽ അല്ലെങ്കിൽ ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. To the Lord, as we have become good, the Lord helped us to come to this worship. താഴോട്ട് നാം വായിക്കുമ്പോൾ ഞങ്ങൾ മനുഷ്യരെയല്ല ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. As we read the following passages, we understand we are doing this ministry not to pleasing unto men, but God. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ പാടില്ല. Beloved children of God, never should we make attempt to please men. മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല, മറ്റു കുഴപ്പമൊന്നുമില്ല. If we make attempt to please men, at the coming of the Lord will not be raptured. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നാം എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. Always we must be pleasing unto the Lord. ഉപദേശിമാരെയും ആരും പ്രസാദിപ്പിക്കേണ്ട. You do not please even the workers, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. but we must be pleasing unto the Lord. അങ്ങനെയെങ്കിൽ നമുക്കായിരിക്കുന്ന അവകാശത്തിൽ ചെന്നേരുവാൻ സാധിക്കും. That being so, we'll be able to reach the inheritance that is reserved for us. എന്താണ് അപ്പോസ്തലനായ പൗലോസോട് വിളിച്ചു പറയുന്നത്? What does the Apostle Paul proclaim here? ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ That we have tried our hearts as good to the Lord. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിന് കൊള്ളാവുന്നവരായി കാണപ്പെടണം. It is in this congregation every child of God should be delightful unto the Lord. ഒരിക്കലും നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരരുത്. Never should we please men. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. On the contrary, we must ever please unto the Lord. നമ്മിലും നമ്മുടെ പ്രാർത്ഥനയിലും ദൈവം പ്രസാദിക്കണം. God should find pleasure in ourselves and our prayer. ആദ്യമായി ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചത് കയീനും ഹാബേലുമാണല്ലോ. Cain and Abel first offered sacrifices to the Lord. രണ്ടുപേരും യാഗം കഴിച്ചുവെങ്കിൽ തന്നെയും ഒരു യാഗത്തിൽ മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ. Although both offered sacrifices, the Lord accepted only the sacrifice of one. അത് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. From the book of Hebrews chapter 11, the same thing is comprehended. 4-ാം വാക്യം വായിക്കാം. Verse 4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the God. ഇവിടെ ഏറ്റവും ഉത്തമമായ ഒരു യാഗം ഹാബേൽ ദൈവത്തിന് വേണ്ടി കഴിക്കുകയാണ്. Here we read Abel offered an excellent sacrifice unto the Lord. ആയതിനാൽ അവനൊരു നല്ല സാക്ഷ്യം കൂടെ ലഭിക്കുകയാണ്. Therefore he obtains a good testimony. എന്താണ് നീതിമാൻ എന്ന സാക്ഷ്യം? He gets a testimony he was righteous. ഒരു നല്ല പേര് അവന് ലഭിക്കുകയാണ്. He gets a good name. കാരണം എന്താണ്? What is the reason? ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. From the book of Genesis chapter 4 we understand God was pleased with the sacrifice of Abel and his sacrifice. 4-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കാം. Chapter 4, the last portion of verse 4. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, അടുത്ത വാക്യം കൂടെ. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of രണ്ടുപേരും God. ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചവരാണ്. Both offered sacrifices to the Lord. യാഗം കഴിക്കാതെ ഇരുന്നില്ല. They didn't abstain from doing it. എന്നാല് ഒരു ഉത്തമമായ യാഗമല്ല കയീൻ ദൈവത്തിന് വേണ്ടി കഴിച്ചത്. But Cain did make an offering that was perfect unto the Lord. ഏറ്റവും ഉത്തമമായ യാഗം ഹാബേൽ ദൈവത്തിന് വേണ്ടി കഴിക്കുകയാണ്. Abel offered a perfect sacrifice unto the Lord. അതുകൊണ്ടാണ് ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. Therefore we read God was pleased with Abel and his sacrifice. പഴയ കാലത്ത് യാഗങ്ങൾ വഴിപാടുകൾ അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുമായിരുന്നു. During the Old Testament period, people would offer sacrifices and offerings and please God. എന്നാൽ പുതിയ കാലത്ത് അങ്ങനല്ല. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നീതി പ്രവൃത്തികൾ ചെയ്ത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. But coming to the New Testament, we have to do work of righteousness. We have to offer praises and thanks unto the Lord, and this do things pleasing to Him. പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പ്രസാദിക്കേണ്ടിയിരിക്കുന്നു. Beloved children of God, the Lord should be pleased with your and my life. എങ്കിൽ മാത്രമേ ജയകരമായ ജീവിതം ചെയ്ത് നമുക്കായിരിക്കുന്ന അവകാശത്തിൽ ചെന്നേരുവാൻ സാധിക്കുകയുള്ളൂ. Then only we'll be able to do an overcoming life
and reach the inheritance that is kept for us. നാം ഓരോരുത്തരും ദൈവത്തിന് കൊള്ളാവുന്നവരായി കാണപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. It is the will of God concerning us, then we must become delightful to Him. എന്നാണ് നമ്മുടെ യേശു കർത്താവ് വിളിച്ചു പറയുന്നത്. What does the Lord Jesus Christ declare? എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. He that sent me is with me. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ള ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. As I do things always pleasing to Him, He has never left me alone. പ്രിയ മക്കളെ, നമുക്ക് നേരിട്ട് പറയുവാൻ സാധിക്കും, എന്നെ വിളിച്ചവനായ യേശു എല്ലായ്പ്പോഴും എന്നോടുകൂടെ ഉണ്ട്. Beloved people of God, the same testimony we can say unto the Lord who called me is with me. നാം എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി കാണപ്പെടണം. We must be the people who are doing things where the Lord finds a pleasure. ഈ ലോകത്തിൽ നമുക്ക് എത്ര സമയമുണ്ടെന്ന് നാം അറിയുന്നില്ല. We do not know what is the time ahead for us in this world. എല്ലായ്പ്പോഴും നാം കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നവരായി കാണപ്പെടണം. Always we have to make ourselves ready for the coming of the Lord. എല്ലാവരും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. Let us all close our eyes and commit ourselves to the presence of God. ഇന്നലെക്കാൾ നാം ഇന്ന് പ്രിയപ്പെട്ടവരോട് ഏറ്റുപടുത്തുകൊണ്ടിരിക്കുകയാണ്. We have come closer to the Lord than yesterday. ആരെ ചേർക്കുവാനാണ് കർത്താവ് പ്രത്യക്ഷനാകുവാൻ പോകുന്നത്? Not together whom does the Lord appear? തനിക്കായി അവലോട് കാത്തു നിൽക്കുന്ന വിശുദ്ധജനത്തെ ചേർക്കുവാൻ അവനത്രയും വേഗം പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. The Lord is going to appear soon in order to gather the saints who are anxiously waiting for Him. ആകയാൽ പ്രിയ മക്കളെ, നാം ഒരുക്കമുള്ളവരായി കാണപ്പെടുക. Therefore, beloved children of God, let us get prepared. നമ്മെ വിളിച്ചവനായ ദൈവം എല്ലായ്പ്പോഴും നമ്മളോടെ ഉണ്ട്. The very God who called us is always with us. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. He has given us the promise. He shall never leave us. He shall never forsake us. നാം ഒരൊപ്പം ധൈര്യമുള്ളവരായി കാണപ്പെടുക. We must be men of good courage and strong. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. Oh Lord is going to appear soon in order to collect such a people. കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. We have been witnessing the signs of the coming of the Lord. ആകയാൽ കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം ചെയ്ത് Therefore, let us live a life which is pleasing unto the Lord. വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. Let us get also prepared to receive the Lord who is going to appear quickly. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us all.